الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഓരോ മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യനെ മലക്കുകളിൽപ്പെട്ട ഒരു കരീനും ജിന്നുകളിൽപ്പെട്ട ഒരു കരീനിനെയും അള്ളാഹു നിയോഗിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കരീൻ എന്താണ് എന്ന് നമുക്കറിയാം. നമ്മോടൊപ്പം തന്നെ ഒരു മലക്കും ഒരു ജിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. ജിന്ന് നമ്മെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും മലക്ക് നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, റസൂലേ, താങ്കൾക്കുമോ അവിടത്തേക്കും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പക്ഷേ ആ ജിന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മുസ്ലിമാക്കി തന്നിരിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു ദുഷ്പ്രേരണ ഉണ്ടാവുകയില്ല. എന്നാൽ നമുക്കെല്ലാവർക്കും, ബാക്കി എല്ലാ മനുഷ്യർക്കും, പ്രവാചകന്മാരല്ലാത്തവർക്ക് ഈ രീതിയിലുള്ള പ്രേരണ ഉണ്ടാക്കുന്ന കരീനിൽപ്പെട്ട ജിന്നും കരീനിൽപ്പെട്ട മലക്കുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മോടൊപ്പമുള്ള മറ്റൊരു വിഭാഗം മലക്കുകളാണ് നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മലക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മേൽ വിധിച്ചിട്ടില്ലാത്ത ഒരു അപകടം, ഒരു വിപത്ത് നമ്മളുടെ മേൽ വരികയാണെങ്കിൽ അതിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കാനുള്ള മലക്കുകളാണ് ഇവർ. അല്ലാഹു സൂറത്തു റഅദിൽ 10-11 ആയത്തുകളിൽ ഈ മലക്കുകളെ കുറിച്ച് പറയുന്നു. ലഹു മുഅഖിബാത്തുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, മുൻപിലും പിറകിലും, യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ അല്ലാഹു വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്തതിൽ നിന്നും നമ്മളെ തടയാൻ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് മുൻപിലും പിറകിലും ഓരോരുത്തർക്കും മലക്കുകൾ എന്ന് ഖുർആനിൽ നിന്ന് തന്നെ വെളിപ്പെട്ടിട്ടുള്ള തെളിവാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, താങ്കൾക്ക് വധഭീഷണിയുണ്ട്. നമുക്കറിയാം, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടുന്ന് രക്തസാക്ഷിയാവുകയാണ്, ഖവാരിജുകളുടെ കൈകളാൽ കൊല്ലപ്പെടുന്നു. അപ്പോൾ താങ്കൾക്ക് വധഭീഷണിയുണ്ട് എന്നൊരാൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പറയുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു കൊടുക്കുന്ന മറുപടി, ഇന്ന മഅ കുല്ലി റജുലിൻ മലക്കൈൻ, ഓരോ മനുഷ്യരോടൊപ്പം 2 മലക്കുകളുണ്ട്. അള്ളാഹു വിധിച്ചിട്ടുള്ളതല്ലാത്ത എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അവർ നോക്കിക്കൊള്ളും, അവർ തടഞ്ഞുകൊള്ളും എന്നാണ് അലി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി. ഇതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഈമാനാണ്. നമ്മൾക്ക് എന്തെങ്കിലും അള്ളാഹു എഴുതിയിട്ടുള്ളതാണെങ്കിൽ ആ സമയം ഈ മലക്കുകൾ മാറി നിൽക്കും, ആ സമയം ഈ മലക്കുകൾ ഇടപെടില്ല. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നമുക്ക് വരൂ, അതല്ലാത്ത ഒന്നും നമുക്ക് വരില്ല. അള്ളാഹു ഉദ്ദേശിച്ചതാണെങ്കിൽ അത് വന്നിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു മുഅ്മിനിന്റെ വിശ്വാസം ഇതാണ്. അപ്പോൾ ഈ ഹഫളത്തിന്റെ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസമെല്ലാം മനസ്സിൽ സുദൃഢമാകുമ്പോൾ നമ്മളുടെ ഈമാനിൽ അത് വല്ലാത്ത രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കും. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം മലക്കുകൾ നമ്മളോടൊപ്പം തന്നെ നമ്മളുടെ വലവും ഇടവും ഇരുന്നു കൊണ്ട് 2 മലക്കുകൾ നമ്മളുടെ നന്മയും, ഒരു മലക്ക് നന്മയും ഒരു മലക്ക് തിന്മയും രേഖപ്പെടുത്തി വെക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഖാഫിൽ പറയുന്നത് പോലെ ഒരു വാക്കും അവൻ ഉച്ചരിക്കുന്നില്ല, അതിന്റെ അടുക്കൽ തയ്യാറായി നിൽക്കുന്ന ഒരു നിരീക്ഷകൻ ഉണ്ടായിട്ടല്ലാതെ എന്ന് പറയുമ്പോൾ തയ്യാറായി നിൽക്കുന്ന ഒരു നിരീക്ഷകൻ ഇവിടെയുമുണ്ട്, ഒരു നിരീക്ഷകൻ ഇവിടെയുമുണ്ട്. ഇപ്പോൾ 2 നിരീക്ഷകന്മാരുണ്ട്. അത് പറയുന്നത് നല്ല വാക്കാണെങ്കിൽ അത് നിരീക്ഷിക്കാൻ ഒരു മലക്കുണ്ട്, പറയുന്നത് മോശമാണെങ്കിൽ അത് നിരീക്ഷിക്കാൻ മറ്റൊരു മലക്കുമുണ്ട്. ഇതിനെ റഖീബെന്നും അതീദെന്നും 2 മലക്കുകളായി മനസ്സിലാക്കുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒരു മലക്കിന്റെ പേര് റഖീബ് എന്നും മറ്റേ മലക്കിന്റെ പേര് അതീദ് എന്നും ആണ് എന്നൊരു ധാരണ പൊതുവിൽ മനുഷ്യർക്കുണ്ട്, പൊതുവിൽ ആളുകൾക്കിടയിലുണ്ട്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം റഖീബ് എന്നും അതീദ് എന്നും പേരുള്ളത് 2 വിശേഷണങ്ങളാണ്. തയ്യാറായി നിൽക്കുന്നയാളാണ്, നിരീക്ഷിക്കുന്നയാളാണ്. ഇതാണ് അതിന്റെ അർത്ഥം. റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുന്നയാള്, അതീദ് എന്ന് പറഞ്ഞാൽ തയ്യാറായി റെഡിയായി സന്നദ്ധനായി നിൽക്കുന്നയാൾ.
ഇത് രണ്ടുപേരുടെയും സവിശേഷതയാണ്. നന്മ എഴുതുന്ന മലക്ക് റഖീബുമാണ് അതീതുമാണ്, തിന്മ എഴുതുന്ന മലക്ക് റഖീബുമാണ് അതീതുമാണ്. അപ്പോൾ ഈ രണ്ട് മലക്കുകളുടെ ഓരോരുത്തർക്കുമുള്ള രണ്ട് വിശേഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറഞ്ഞത്, വിശദീകരിച്ചത്. അതിനെയാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു മലക്കിനെയാണ് പറയുന്നത്, യാതൊരു സംശയവുമില്ല. ആയത്തിൽ പറയുന്ന ഒരു മലക്കിനെ തന്നെയാണ്. പക്ഷേ ആ ഒരു മലക്ക് അത് ഏതുമാകാം. ഒന്നുകിൽ നന്മ പറയുന്നതെങ്കിൽ നല്ല എഴുതുന്ന മലക്കാകാം, തിന്മയാണ് പറയുന്നതെങ്കിൽ തിന്മ എഴുതുന്ന മലക്കുമാകാം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹദീസിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ 5ഓളം മലക്കുകൾ അത് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ അതിലധികവും ഉണ്ടാകാം. നമുക്ക് അറിയിച്ചു തരാത്ത കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് അറിയിച്ചു തന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനോടൊപ്പം 5ഓളം മലക്കുകളുണ്ട്. ഇനി അതിൽ കൂടുതലോ അതിനപ്പുറത്തേക്ക് എത്രയാണെന്ന് അല്ലാഹു അഅലം. അപ്പോൾ ഈ രീതിയിൽ ഈ മലക്കുകൾ നമ്മളെ സംരക്ഷിക്കുകയും നമ്മളെ കൃത്യമായി നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് മുറാഖബ എന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിച്ചപ്പോൾ ഒരു റൂമിൽ ഒരു CCTV ഉണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ റൂമിൽ നമ്മളുടെ പെരുമാറ്റം? വളരെ മാന്യമായിട്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. എങ്കിൽ നമ്മളോടൊപ്പം ആ CCTVയേക്കാൾ സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 2 മലക്കുകൾ കൃത്യമായി ഓരോ വാക്കും എഴുതി വെക്കുക. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി എടുക്കുന്ന ഒരു വിഷയം. ഞാൻ പറയുന്ന ഒരു വാക്ക് അത് നല്ലതോ മോശമോ ആകട്ടെ, എത്ര നിസ്സാരമോ ആകട്ടെ, ഉലമാക്കൾ പറയുന്നത് കാണാം, ഞാൻ പോയി, ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ വരും എന്ന് പറയുന്ന വാക്കുകൾ പോലും എഴുതി വെക്കുന്നു. അപ്പോൾ ഇത് നമ്മളുടെ അള്ളാഹുവിന്റെ അടുക്കൽ മഹ്ശറിൽ വെച്ച് നമ്മളുടെ കയ്യിൽ ഒന്നുകിൽ വലതു കൈയിൽ മുൻഭാഗത്തുകൂടെയോ അല്ലെങ്കിൽ ഇടതു കൈയിൽ പിറകു ഭാഗത്തുകൂടെയോ ലഭിക്കാൻ ഇരിക്കുന്ന ഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ആ മുറാഖബയുടെ പ്രാധാന്യം, ഈ മലക്കുകൾ നമ്മളുടെ ഓരോ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരി അള്ളാഹുവിനെ എഴുതി വെക്കേണ്ട കാര്യമില്ല, പക്ഷേ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ്ക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ ഈ മുറാഖബ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ പരമാവധി അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, മലക്കുകൾ നമ്മളെ രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം എപ്പോഴും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ.